അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പീസ് റേഡിയോയുടെ മാന്യ പ്രേക്ഷകരെ വഴികാട്ടിയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഡോക്ടർ മുഹമ്മദ് ഫാസിലുമായി അദ്ദേഹത്തിൻ്റെ PhDയിലെ വിശേഷങ്ങളും അതുപോലെ തന്നെ KFUPM എന്തൊക്കെ സബ്ജക്റ്റ് ഏരിയകളിൽ PhD ചെയ്യാം എന്നൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയായിരുന്നു. ഇൻഷാ അള്ളാ ഈ ആഴ്ച നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അദ്ദേഹം ഇപ്പോൾ അവിടെ KFUPMൽ പോസ്റ്റ് ഡോക്ടർ ഫെലോ ആയി വർക്ക് ചെയ്യുകയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ആ മേഖലയിലുള്ള വിശേഷങ്ങൾ ചോദിച്ചറിയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഡോക്ടറെ, നമ്മൾ കഴിഞ്ഞ ആഴ്ച PhDയെ കുറിച്ചൊക്കെ ഒരുപാട് സംസാരിച്ചു. ഇപ്പം ഞാൻ അറിയുന്നത് താങ്കൾ അവിടെ പോസ്റ്റ് ഡോക്ടർ ഫെലോ ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ ഏകദേശം ഒരു വർഷമായോ? ഒരു വർഷമായി. ആദ്യമായിട്ട് എനിക്കറിയാൻ ആഗ്രഹമുള്ളത്, നമ്മളിപ്പോൾ ഒരു PhD കഴിഞ്ഞാൽ അടുത്ത ഒരു പഠന മേഖലയാണോ PDF, അതായത് പോസ്റ്റ് ഡോക്ടർ ഫെലോ, പോസ്റ്റ് ഡോക്ക്? ശരിയായ ഉദ്ദേശം എന്താണ്? നമ്മുടെ ആ റിസർച്ച് ഫീൽഡിൽ തന്നെ നിൽക്കുക എന്നുള്ളതാണോ? അതെ. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മൾ PhD ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ റിസർച്ച് ചെയ്യാന്നുള്ളതിൽ നമ്മൾ അഗ്രഗണ്യരാകും. കഴിയുമ്പോഴേക്കും ബാലപാഠങ്ങളൊക്കെ ശരിക്കും പഠിച്ചിട്ടുണ്ടാവും. അവിടെ നമ്മൾ ഫണ്ട് എങ്ങനെ വരുന്നു, അങ്ങനത്തെ സിറ്റുവേഷനും മാനേജ്മെന്റും നമുക്ക് യഥാർത്ഥത്തിൽ വരുന്നില്ല. നമ്മൾ ഫീൽഡിലിറങ്ങി നമ്മൾ അധ്വാനിക്കേണ്ടതാണ് PhD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ നമ്മളൊരു പോസ്റ്റ് ഡോക്കിൽ കയറുന്ന സമയത്ത് അതിൽ എക്സ്ക്ലൂസീവ്ലി നമ്മൾ മാത്രമാവില്ല വർക്ക് ചെയ്യുന്നത്. നമ്മളതൊരു കൊളാബറേറ്റ് ചെയ്യും. ഇപ്പോൾ ഞാനൊരു പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ അതിൽ വർക്ക് ചെയ്യുന്നത് ഭൂരിഭാഗം വർക്ക് ചെയ്യുന്നത് ചിലപ്പോൾ നമ്മളെക്കാളും കൂടുതൽ ചിലപ്പോൾ ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കും. ഇപ്പോൾ സിവിൽ ഡിപ്പാർട്ട്മെൻറ്റിലോ അല്ലെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സെൻറ്ററിലായിട്ട് അഫിലിയേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സെൻറ്ററിലെ അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലെ സ്റ്റുഡൻ്റ് ആയിരിക്കും ചിലപ്പോൾ അതിൻ്റെ ഫിസിക്കൽ വർക്ക് ചെയ്യുന്നുണ്ടാവുക. കാരണം എന്താ വെച്ചാൽ കുറേ കൂടെ ഒരു പ്രൊജക്ട് മാനേജ്മെൻറ്റ് ഫേസുക്കും കൂടെ നമ്മൾ കിടക്കും. റിസർച്ചിൻ്റെ ഒപ്പം തന്നെ പല പ്രൊജക്റ്റ് നമുക്ക് ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പോൾ ഞാൻ തന്നെ ഇപ്പോൾ പ്രസൻ്റ്ലി ഒരു 5-6 പ്രൊജക്റ്റുകളിൽ ഇൻവോൾവ് ആണ്. അപ്പം അതിൻ്റെ ഔട്ട്പുട്ടിൽ നമ്മളൊക്കെ ഒരു കോൺട്രിബ്യൂട്ടർ ആവും. അതായത് അതിലിപ്പം ഡോക്ടർ ഫാസിലിൻ്റെതായിട്ടുള്ള പ്രൊജക്റ്റുകൾ ഉണ്ടാവും, അല്ലാത്ത ഹെഡ് ചെയ്യുന്ന 1-2 പ്രൊജക്ട്, ലീഡ് ചെയ്യുന്ന 1-2 പ്രൊജക്ട് ഉണ്ടാവും. ബാക്കിയുള്ള പല പ്രൊജക്റ്റുകളും നമ്മളതിലൊരു കോ ഇൻവെസ്റ്റിഗേറ്റർ ആയിരിക്കും, പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ ആവണം. നമ്മൾ പ്രൊജക്ട് നമ്മളിവിടെ ഇനീഷ്യേറ്റ് ചെയ്യുന്ന സമയത്ത്, നമ്മൾ പ്രൊജക്ട് പ്രൊപ്പോസൽ എഴുതുന്ന സമയത്ത് നമ്മളൊരു PI ഉണ്ടാവും. അതാണ് എൻ്റെ പ്രൊജക്ട് ഇൻവെസ്റ്റിഗേറ്റർ, പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ. അതാണ് അതിൻ്റെ ഫണ്ട് അലോക്കേഷനും കാര്യങ്ങളൊക്കെ. അതായത് ഫണ്ടിൻ്റെ ഈവൻ ട്രാൻസാക്ഷനൊക്കെ ആളിലൂടെയാണ്, ആളുടെ അക്കൗണ്ടിലേക്കാണ് പൈസ വരിക, ആളാണ് പേയ്മെൻ്റ് ഒക്കെ നടത്തുക, അങ്ങനെ കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ അതിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കൊളാബറേറ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും കോ ഇൻവെസ്റ്റിഗേറ്റർ. പോസ്റ്റ് ഡോക്കിന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പല പ്രൊജക്റ്റുകളിലും നമ്മൾ ഇൻവോൾവ് ആയിരിക്കും. ടീം മെമ്പർ ആയിരിക്കും നമ്മൾ. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇപ്പോൾ സെൻറ്ററിൽ ജോയിൻ ചെയ്ത ഉടനെ നിയോം UHPC ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു പ്രൊജക്റ്റിൽ ഡയറക്റ്റ്ലി ഇൻവോൾവ് ആയിരുന്നു. ഞാനത് എൻ്റെ PhD ആ ഏരിയയിലേ അല്ലായിരുന്നു. പക്ഷേ ഞാൻ നേരത്തെ സംസാരിച്ച പോലെ ഗ്ലാസ് ഫൈബർ, റീൻഫോഴ്സ്ഡ് പോളിമർ, GFRP ബാർസ് ഒക്കെ ആയിരുന്നു എൻ്റെ ഏരിയ. കോൺക്രീറ്റ് മെറ്റീരിയൽസുമായിട്ടും വലിയ പരിചയം ഉണ്ടായിരുന്നില്ല. പക്ഷേ വന്നതിന് ശേഷം ഞാൻ അപ്പോൾ ആക്റ്റീവ്ലി സെൻറ്ററിൽ നടന്നുകൊണ്ടിരിക്കുന്ന റിസർച്ച് നിയോമിലെ UHPC ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അൾട്രാ ഹൈ പെർഫോമൻസ് കോൺക്രീറ്റ് ഡെവലപ്പ് ചെയ്യാനായിരുന്നു. അപ്പോൾ നമ്മൾ അതിലേക്ക് നേരെ ഇൻവോൾവ് ആയി. അത് നേരെ മടക്കി കുത്തി ഇറങ്ങിയതിലേക്ക്, അല്ലാതെ അത് അറിഞ്ഞിട്ടൊന്നുമല്ല. അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് കോൺക്രീറ്റിനെ കുറിച്ച് ബേസിക് നോളജ് ഉണ്ട്, നമ്മൾ സിവിലല്ലേ. പക്ഷേ അതിൻ്റെ മിക്സിങ്ങും കാര്യങ്ങളും അതിലുപയോഗിക്കുന്ന കോൺസ്റ്റിറ്റ്യുവൻസും അതിൻ്റെ അഗ്രിഗേറ്റ്സിൻ്റെ റേഷ്യോവും അതിൽ യൂസ് ചെയ്യുന്ന അഡ്മിക്സ്റ്റേഴ്സിനെ കുറിച്ചൊന്നും നോളജ് ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ ചെന്ന് വർക്ക് ചെയ്യാൻ ജോയിൻ ചെയ്ത ആ ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എക്സ്പേർട്സാണ്. അപ്പോൾ അതിൽ നിന്ന് വളരെ ചുരുങ്ങിയ ടൈമിൻ്റെ ഉള്ളിൽ, പക്ഷേ വർഷങ്ങളോളം കൊണ്ട് പഠിക്കേണ്ട പല സംഭവങ്ങളും ചുരുങ്ങിയ മാസങ്ങൾ കൊണ്ട് നമുക്ക് പഠിച്ചെടുക്കാൻ കഴിഞ്ഞു. അങ്ങനെയാണ് നമ്മൾ പോസ്റ്റ് ഡോക്കിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പല പല ഏരിയകളിലേക്ക് നമുക്ക് ഇൻട്രസ്റ്റ് അനുസരിച്ച് നമുക്ക് നീങ്ങാൻ പറ്റും. പക്ഷെ എല്ലാം ഒരു കോർ അസോസിയേറ്റഡ് ആയിരിക്കും, പലരുടെയും ഇതായിരിക്കും. പിന്നീട് നമുക്ക് അത് നമ്മൾ ഇങ്ങനെ ടീമായി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പലതും സ്പാർക്ക് ചെയ്ത് വരും. ഇപ്പോൾ നമുക്കൊരു സാധനം, ഇപ്പോൾ ഞാൻ ആ നിയോം പ്രൊജക്റ്റ് ക്ലോസ് ചെയ്യാറായി. അപ്പോഴേക്കും ഞാനിപ്പോൾ UHPCയിൽ എനിക്ക് അത്യാവശ്യം നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് കിട്ടി. ഇപ്പോൾ ഞാൻ സ്വന്തം ഒരു പ്രപ്പോസൽ ഇത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊരു ഹയർ സ്ട്രെങ്ത്, ഇപ്പോൾ നമുക്ക് കിട്ടുന്നേക്കാളും ഹയർ ആയിട്ടുള്ളൊരു സ്ട്രെങ്ത് അച്ചീവ് ചെയ്യുന്ന കോൺക്രീറ്റ് ഞങ്ങൾ ഡയറക്ടറും അതുപോലെ എൻ്റെ നേരത്തുള്ള എൻ്റെ അഡ്വൈസർ ഇപ്പോൾ എൻ്റെ കൊളീഗാണ്, അതേ സെൻറ്ററിലാണ്. സാറും പ്രൊമോട്ട് ചെയ്ത് നിൽക്കുക, ചെയ്യാവുന്ന കാര്യമുള്ളൂ, യു ക്യാൻ ഡു ഇറ്റ്. നമ്മൾ അതിലേക്ക് മാറി. അപ്പോൾ അതാണ് ബേസിക്കലി
PhD ഒരു പോസ്റ്റ് ഡോക്ക് എത്തുന്ന സമയത്ത് നമ്മൾ കാണുന്ന മാറ്റം. പക്ഷെ പോസ്റ്റ് ഡോക്കിൻ്റെ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റ് ഡോക്ക് നമ്മൾ ഒരു കാര്യം PhD പോസ്റ്റ് ഡോക്കിൽ എത്തുമ്പോഴേക്കും നിങ്ങൾ ഒരു പക്ഷേ കുറച്ചുകൂടി ഇൻഡിപെൻഡൻ്റ് ആയി. അതാണ്. അതായത് ഇപ്പോൾ പോസ്റ്റ് ഡോക്ക് നമ്മൾ PhD ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് അക്കാഡമിക് ആയിട്ടുള്ള ഡെഡ് ലൈൻസിന് ഇടക്കാണ് നമ്മൾ പോകുന്നത്. അത് കംപ്ലീറ്റ് ചെയ്യണം, സബ്മിറ്റ് ചെയ്യണം, സബ്മിറ്റ് ചെയ്യണം, ഫോർമാലിറ്റീസ് ഒരുപാട് ഉണ്ടാവും. ഇവിടെ കുറച്ചും കൂടെ ഫ്ലെക്സിബിലിറ്റി ഉള്ള ഒരു സംഭവം. ഇതില് തീസിസ് ഡിഫൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. നമ്മൾ യഥാർത്ഥത്തിൽ പ്രൊജക്ട് നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്യുക, ഹാൻഡിൽ ചെയ്യുക, അത്രേ ഉള്ളൂ. നമുക്ക് വേറെ ഡെഡ് ലൈൻസ് ഈ പ്രൊജക്റ്റിൻ്റെ ഒരു ഷെഡ്യൂൾ ചെയ്ത് നമ്മൾ മാനേജ് ചെയ്തില്ലെങ്കിലുള്ള കുഴപ്പം മാത്രമേ ഉള്ളൂ. സാധാരണ നമ്മൾ പ്രൊജക്ട് ചെയ്യുന്ന 1 വർഷം 2 വർഷം ഒക്കെയാണ് ടൈം പീരീഡ്സിന്റെ ഉള്ളിൽ നമ്മളത് കംപ്ലീറ്റ് ചെയ്യുക. അപ്പം നമുക്കൊരു സ്റ്റുഡൻറ്റിനെ വേണമെന്നുണ്ടെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് സ്റ്റുഡൻസിനെ തരും. കാരണം വെച്ചാൽ ഡിപ്പാർട്ട്മെന്റിന്റെ ആവശ്യം കൂടിയാണ് സ്റ്റുഡൻസിന് റിസർച്ച് അസൈൻ ചെയ്യാന്നുള്ളത്. അവർക്ക് സ്റ്റൈപ്പൻഡ് ഒക്കെ ഉണ്ടാവും. അവർക്ക് അല്ലാതെ സ്റ്റൈപ്പൻഡ് വേറെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവർക്ക് റിസർച്ചിന് വേണ്ട ഫണ്ട് ഈ പറഞ്ഞ പ്രൊജക്റ്റുകളിൽ നിന്ന് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അതൊരു വിൻ വിൻ സിറ്റുവേഷൻ ആണ്. അവർക്ക് നല്ലതാണ്, ഞങ്ങൾക്കും നല്ലതാണ്. ഞങ്ങൾ വർക്ക് ഞങ്ങൾക്ക് ഒരുപാട് ഏരിയയിൽ വർക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു പ്രൊജക്റ്റിൽ മാത്രം ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ടൈം മൊത്തം അതിലോട്ട് ഇടേണ്ടി വരും. അതിനുള്ള ഔട്ട്പുട്ട് കുറഞ്ഞു. നമ്മൾ പലതിലും വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പലതിൻ്റെയും ഒരു കോൺട്രിബ്യൂട്ടറായിട്ട് നമുക്ക് അതായത് ഇപ്പോൾ വേറൊരു പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷേ നിങ്ങളുടെ ഫീൽഡ് ഓഫ് ഇൻട്രസ്റ്റിൽ മാത്രം നിങ്ങൾക്ക് ഫോക്കസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ആ പ്രൊജക്റ്റിലുള്ള സബ്ജക്റ്റിൽ നിങ്ങളുടെ ഒരു ഏരിയ ഉണ്ടാവും, അതിൽ മാത്രം നിങ്ങളുടെ കൺട്രിബ്യൂഷൻ ഉണ്ടാവും. മറ്റ് ഏരിയകളിലേക്ക് അവരുടെ കൺട്രിബ്യൂഷൻ. അപ്പോൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഞാനിപ്പോൾ വളരെ യാദൃശ്ചികമായിട്ടൊരു സെൻറ്ററിൽ ഇപ്പോൾ ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് യൂണിവേഴ്സിറ്റിയിൽ പുതിയൊരു IRC സ്റ്റാർട്ട് ചെയ്തു. IRC ഫോർ ഇൻഡസ്ട്രിയൽ ന്യൂക്ലിയർ എനർജി. ഇപ്പോൾ സൗദിയിൽ 2030 ആകുമ്പോഴേക്കും ന്യൂക്ലിയർ പവർ വരാൻ പോവാണ്. 2 പവർ പ്ലാന്റ് ഓൾറെഡി ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്, ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഫോർ ഇൻഡസ്ട്രിയൽ പർപ്പസസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈസ്റ്റേൺ പ്രൊവിൻസിലാണ് വരുന്നത്. എനിക്ക് തോന്നുന്നു ഖത്തർ, UAE ആ ബോർഡർ, ആ ഭാഗത്ത് കറക്റ്റ് പേരെനിക്ക് ഓർമ്മയില്ല, ആ ഏരിയയിലാണ് വരാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് യൂണിവേഴ്സിറ്റിക്ക് പുതിയ ഡിപ്പാർട്ട്മെൻറ്റ് ഓപ്പൺ ചെയ്ത് ഒരുപാട് ഫണ്ട് പുഷ് ചെയ്യുന്നുണ്ട്. പുറത്തുനിന്ന് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്, ലാബുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ വന്ന സമയത്ത് ജോയിൻ ചെയ്ത സമയത്ത് ഇങ്ങനെ ഒരു സെൻറ്റർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് പോസ്റ്റ് ഡോക്കിൽ റിസർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് തോന്നിയ പോലെ നമുക്ക് ടോപ്പിക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല. കിങ്ഡമിൻ്റെ കുറച്ച് നാഷണൽ പ്രയോറിറ്റീസ്, താല്പര്യങ്ങൾ, നാഷണൽ പ്രയോറിറ്റീസ് ഉണ്ട്. ആ നാഷണൽ പ്രയോറിറ്റീസിന് യൂണിവേഴ്സിറ്റിക്ക് കുറച്ച് ഗ്രാൻഡ് ചാലഞ്ചസ് ഉണ്ട്. അങ്ങനെ തന്നെ എൻ്റെ പേര് KFUPM ഗ്രാൻഡ് ചാലഞ്ചസിൻ്റെ അണ്ടറിൽ പല സെൻറ്ററുകൾക്കും ഇന്നോവേഷൻ ഗോൾസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഓരോ സെൻറ്ററിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇന്ന കാര്യങ്ങളാണ്. ഫോർ എക്സാമ്പിൾ കൺസ്ട്രക്ഷൻ ആൻഡ് ബിൽഡിംഗ് മെറ്റീരിയൽസ്. ഞങ്ങളുടെ സെൻറ്ററിലെ ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസ്ട്രക്ഷൻ ഡിമോളിഷൻ വേസ്റ്റ് 30% ഓഫ് ദി കൺസ്ട്രക്ഷൻ ഡിമോളിഷൻ വേസ്റ്റ് റീയൂസ് ചെയ്യാൻ കോൺക്രീറ്റിൽ അല്ലെങ്കിൽ ഏതെങ്കിലും മെറ്റീരിയൽസിൽ റീയൂസ് ചെയ്യാനുള്ള ഒരു ഏരിയ ഉണ്ട്. പിന്നെ അതുപോലെ സോളിഡ് വേസ്റ്റ്, മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് യൂസ് ചെയ്യുക. അങ്ങനെ പല ഏരിയകൾ. അതുപോലെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഡെവലപ്പ് ചെയ്യുക, നാച്ചുറൽ വേസ്റ്റ്, ഏതെങ്കിലും ഇൻഡസ്ട്രിയൽ വേസ്റ്റുകൾ യൂസ് ചെയ്യുക. അങ്ങനെ കുറച്ച് പ്രയോറിറ്റി. നമ്മളെ റിസർച്ചുകൾ മെയിൻലി സെൻട്രൽ റിസർച്ചുകളൊക്കെ അതിനെ അഡ്രസ്സ് ചെയ്യുന്ന റിസർച്ച് ആയിരിക്കണം, അല്ലെങ്കിൽ അത് അപ്രൂവ് ചെയ്യാൻ വരെ ഇതുള്ള. അതെ. അപ്പോൾ അതിൽ ഞാൻ വന്ന സമയത്ത് ആ ഏരിയയിലൊക്കെ ഒരുപാട് ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങളെ സെൻറ്ററിൻ്റെ കോർ ഇന്നോവേഷൻ ഗോളല്ല, ഞങ്ങൾ ഷെയർ ചെയ്യുന്നൊരു, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നൊരു ഗോൾ ഉണ്ടായിരുന്നു. അഡാപ്റ്റ് ആൻഡ് ഡെവലപ്പ് ന്യൂമറിക്കൽ സിമുലേഷൻ മോഡൽ, ന്യൂമറിക്കൽ സിമുലേഷൻ പ്ലാറ്റ്ഫോം ഫോർ ജനറേഷൻ 4 ന്യൂക്ലിയർ പവർ പ്ലാന്റ്. ഇനി വരാൻ പോകുന്ന ജനറേഷൻ 4. ഇപ്പോൾ ജനറേഷൻ 3+ലുള്ളത് ജനറേഷൻ 4 ആണ് ഇനി വരാൻ പോകുന്നത്. സൈസ് കുറയും, എഫിഷ്യൻസി കൂടും, അങ്ങനെയൊക്കെയാണ് അതിൻ്റെ സംഭവം, സേഫ്റ്റി കൂടും. അപ്പോൾ അതാണ് ഇപ്പോൾ ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ ന്യൂമറിക്കൽ മോഡലിംഗ് എന്നൊരു സംഭവമുണ്ട്. അത് ഞാൻ PhD ന്യൂമറിക്കൽ മോഡലിംഗ് ചെയ്തിരുന്നു. അപ്പോൾ അതിൽ ഡയറക്ടറായിട്ട് ഞങ്ങളൊരു മീറ്റിംഗ് വരുത്തി. ഞങ്ങളുടെ ഡയറക്ടർ ഞാനൊക്കെ ആയിട്ട് മീറ്റിംഗ് നടത്തി. ആ സമയത്ത് ആ സാറിനോട് ചോദിച്ചത്, ഞാൻ പറഞ്ഞു ന്യൂക്ലിയർ റിലേറ്റഡ് സംഭവങ്ങളൊക്കെ ഞാൻ പഠിച്ചെടുക്കാൻ തയ്യാറാണ്. എന്തെങ്കിലും ഔട്ട് ഓഫ് ദി ബോക്സ് നമ്മൾ ചെയ്താലേ നമുക്കൊരു സ്പെഷ്യാലിറ്റി, നമുക്ക് തന്നെ ഒരു പുഷ് ഉണ്ടാവില്ലുള്ളെന്ന്. അയാൾ പറഞ്ഞു പുതുതായിട്ടൊന്നും പഠിക്കണ്ട, പുതുതായിട്ടൊരു ഫീൽഡിലേക്ക് പോകാൻ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഫ്ലൂയിഡ് ഡൈനാമിക്സ്, കംപ്രസിബിൾ ഫ്ലൂയിഡ് ഡൈനാമിക്സ്, CFD അതിലൊക്കെ പോകുന്ന പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. പക്ഷേ നിൻ്റെ ഇപ്പോഴത്തെ നോളജ് വെച്ചിട്ട് നിനക്ക് എന്താണ് ന്യൂക്ലിയർ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പോയിട്ട് ലിറ്ററേച്ചർ റിവ്യൂ ഒക്കെ നടത്തി. സിവിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഡയറക്റ്റ്ലി സിവിലും പിന്നെ എൻ്റെ ബാക്ക്ഗ്രൗണ്ടും വെച്ചിട്ട് കമ്പ്യൂട്ടർ മോഡലിംഗ് ഒക്കെ വെച്ചിട്ട് ഏതിലേക്കാണ് നമുക്ക് ഇടാൻ പറ്റുമെന്ന് നോക്കിയപ്പോൾ ന്യൂക്ലിയർ കണ്ടെയ്ൻമെൻറ്റ് സ്ട്രക്ചർ എന്ന സംഭവമുണ്ട്. അതായത് ന്യൂക്ലിയറിൻ്റെ എല്ലാ എക്വിപ്മെൻറ്റും, അതായത് എൻ്റെ കോറും അതിൻ്റെ സംഭവങ്ങളൊക്കെ ഹൗസ് ചെയ്യുന്ന ഒരു ഫൈനൽ സ്ട്രക്ചറാണ്. അതായത് നമ്മൾ ആ ഷേപ്പ് ആണ്, അങ്ങനെ ഡോം ഷേപ്പ്, അതാണ് അതിൻ്റെ കണ്ടെയ്ൻമെൻറ്റ് സ്ട്രക്ചർ. അപ്പോൾ ആ കണ്ടെയ്ൻമെൻറ്റ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എസെൻഷ്യലി കോൺക്രീറ്റ് ആൻഡ് സ്റ്റീലാണ്. അപ്പോൾ പിന്നെ അവിടെ നമ്മൾ എന്ത് ചെയ്തു, അതിലൊരു പ്രൊജക്റ്റ്, അപ്പോൾ അതിലൊരു പ്രൊജക്റ്റ് എഴുതി. അതിൻ്റെ എർത്ത് ക്വേക്ക് ഞാൻ M.Tech ചെയ്തൊരു സംഭവം
ആണ് ഇപ്പോൾ ഉപകാരപ്പെട്ടത്. സെയ്സ്മിക് റെസിസ്റ്റൻസ് ഇതിൻ്റെ എർത്ത് ക്വേക്ക് അനാലിസിസ് നടത്താനുള്ളൊരു പ്രോജക്റ്റ് എഴുതിയത് പെട്ടെന്ന് അപ്രൂവലായി. ഈ ഇടയ്ക്ക് യൂണിവേഴ്സിറ്റി തന്നെ ഒരു ഏർലി കരിയർ റിസർച്ച് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അതിൽ ആ ടോപ്പിക്ക് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്, അതിന് സെക്കൻഡ് പ്രൈസ് കിട്ടി. അപ്പോൾ അത് അപ്പം നമ്മൾ ഒരു കംഫർട്ട് സോണിൽ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമുക്കൊരു അഡ്രസ്സ് ഉണ്ടാവില്ല. നമ്മൾ എല്ലാവരും ചെയ്യുന്ന വർക്കിനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചാലഞ്ചിങ് ആയി നമ്മൾ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു പക്ഷേ അത് എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് നമ്മളത്. ഇപ്പോൾ ഓക്കെ, ഫാസിലിൻ്റെ കേസിൽ ഇവിടെ PhD കഴിഞ്ഞു, ഏകദേശം സബ്ജക്റ്റായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള, പിന്നെ അതുപോലെ തന്നെ പരിചയമുള്ള ആളുകൾ എന്നൊക്കെ ഒരുപാട് അഡ്വാൻറ്റേജസ്, കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. ഇപ്പോൾ ഒരാൾ PhD എവിടെയെങ്കിലും കഴിഞ്ഞ ഒരാൾ ഇവിടെ KFUPM-ൽ PDF ചെയ്യാൻ, പോസ്റ്റ് ഡോക്ക് ചെയ്യാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അതിനുള്ള അവസരങ്ങളും ഉണ്ട്. ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ യഥാർത്ഥത്തിൽ അവർ പ്രൊമോട്ട് ചെയ്യുന്നത്, ഇപ്പോൾ കഴിഞ്ഞ ഒരു മീറ്റിങ്ങിൽ ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് പുതുതായിട്ട് ജോയിൻ ചെയ്ത ആൾക്കാരുടെ ഒരു ഗ്യാതറിംഗ് ഉണ്ടായിരുന്നു. അതിൽ ഞങ്ങളെ വൈസ് പ്രസിഡൻറ്റ് ഫോർ റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ VPRI ആൾ പറഞ്ഞത് വിതിൻ 1 or 2 years ഞങ്ങൾ 1500 പോസ്റ്റ് ഡോക്സിനെ ഹയർ ചെയ്യുന്ന പറഞ്ഞത്. 1500 പോസ്റ്റ് ഡോക്സിനെ ഹയർ ചെയ്യാണ് അവരുടെ പ്ലാൻ. ശരി, അവർ മാക്സിമം പോസ്റ്റ് ഡോക്സിനെ ഹയർ ചെയ്യുക. എന്നിട്ട് അവർ പറഞ്ഞത് അതിൽ ഏറ്റവും നല്ല ആൾക്കാരെ ഞങ്ങൾ വി വിൽ റിറ്റെയിൻ നിലനിർത്തുക. അത് നമുക്ക് ഫാക്കൽറ്റി ആയിട്ട് ഹയർ ചെയ്യും, അല്ലെങ്കിൽ റിസർച്ച് എഞ്ചിനീയറായിട്ട് ഹയർ ചെയ്യും. അവർ ഡയറക്റ്റായി ഹയർ ചെയ്യുന്നേക്കാളും അവർ കാണുന്നത് ഈ ഒരു പൊട്ടൻഷ്യലാണ്. കാരണം ഇവർ വന്നിട്ട് അവർക്ക് എത്രത്തോളം ഇവിടെ ആയിട്ട് എഴുതി തരാൻ പറ്റും, ഇവിടുത്തെ മറ്റേ റിസർച്ച് എത്ര അവർക്ക് ചെയ്യാൻ പറ്റും, എത്ര ലാബുകളൊക്കെ സെറ്റപ്പ് ചെയ്യാൻ പറ്റും, കാര്യങ്ങളൊക്കെ കഴിവുകളൊക്കെ നോക്കിയിട്ടാണ് അതിനൊരു ഓപ്പർച്യൂണിറ്റി ശരിക്കും ഒരു വിൻഡോ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഒരു ഇൻ്റർവ്യൂവിൽ നിന്ന് മാത്രം ഒരാളെ ചൂസ് ചെയ്യുന്ന പകരം ആളോടെ നിർത്തി ആൾക്കൊരു അതിനുള്ളൊരു സാഹചര്യമൊക്കെ പെർഫോമൻസ് ചെയ്യുന്ന ആൾക്കാർക്ക് നമുക്ക് ഇയർലി ഇവാലുവേഷനാണ് എല്ലാ യൂണിവേഴ്സിറ്റികളിലും പോലെ തന്നെ. ഈ ഇയറിൽ എന്ത് ചെയ്തു, ലാബ് അക്കാഡമിക്സിൽ ഇൻവോൾവ് ആയിരുന്നു, ടീച്ചിങ് ഡ്യൂട്ടി ടേക്കപ്പ് ചെയ്തത്. ഞങ്ങൾക്കിപ്പോൾ ഞങ്ങൾ പോസ്റ്റ് ഡോക്സിൽ പലർക്കും ഇപ്പോൾ ടീച്ചിങ് ഡ്യൂട്ടി ഡിപ്പാർട്ട്മെന്റിൽ അസൈൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഇവാലുവേഷൻ ഉണ്ട്, എത്രത്തോളം പഠിപ്പിക്കാനുള്ള കഴിവുണ്ട്, അങ്ങനെ പല പല ഫാക്ടേഴ്സും കൂടെ കൺസിഡർ ചെയ്തിട്ട് പബ്ലിക്കേഷൻ കാര്യങ്ങളുണ്ട്, എത്ര പ്രൊജക്റ്റിൽ ഇൻവോൾവ് ആണ്. പേറ്റന്റ് ഒക്കെ ഉണ്ടോ? എനിക്കില്ല, പക്ഷെ ഞാൻ വർക്ക് ചെയ്ത് അതൊക്കെ കൺസിഡർ ചെയ്യും. ഇപ്പോൾ യൂണിവേഴ്സിറ്റി വേൾഡിൽ തന്നെ 4th ആണ് പേറ്റൻസിൽ. US പേറ്റൻസിൽ നമ്പർ 4 ആണ് KFUPM. പല യൂണിവേഴ്സിറ്റികളിലും പല US യൂണിവേഴ്സിറ്റികളിലെ കാരണം ഇവിടെ ഒരുപാട് ഓപ്പർച്യൂണിറ്റിയാണ്. മെറ്റീരിയൽ ഇപ്പം നമ്മളൊക്കെ പരിചയമുള്ള എൻ്റെ ഒക്കെ അഡ്വൈസേഴ്സും അവർക്കൊക്കെ ഒരുപാട് പേറ്റൻസ് ഉണ്ട്, മെറ്റീരിയൽസ് ആയിട്ടാണെങ്കിലും. ശരി, അതെ. എന്തെങ്കിലും പ്രേക്ഷകരോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും റിസർച്ച്, ലളിതമായിട്ട് വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള? നമ്മൾ സാധാരണ കൺസ്ട്രക്ഷനിൽ ഉപയോഗിക്കുന്ന കോൺക്രീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സ്ട്രെങ്ത് അറൗണ്ട് 30-40 MPa. പക്ഷേ UHPC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അൾട്രാ ഹൈ പെർഫോമൻസ് കോൺക്രീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സ്ട്രെങ്ത് ഇസ് അബവ് 120 MPa. 120 MPa മുകളിലാണ് അതിൻ്റെ സ്ട്രെങ്ത് വരുന്നത്. 4 times മിനിമം 4 times. അത് ഒരു കാലം വരെ ഇതിൻ്റെ പ്രാക്ടിക്കലി ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ മറികടന്ന് പല സ്ട്രക്ചേഴ്സിലും, ഈവൻ റിയാദ് മെട്രോയിലെ ഫസാഡ് ഉണ്ട്, ഈ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആ സ്ട്രക്ചർ അത് UHPCയിൽ ഉണ്ടാക്കിയിരിക്കുന്നു. പിന്നെ പല സ്ട്രക്ചേഴ്സിലും US-ലും അതുപോലെ സിംഗപ്പൂർ, പല അഡ്വാൻസ്ഡ് രാജ്യങ്ങളിലും പല ബ്രിഡ്ജസ് ഓൾറെഡി ഇത് വെച്ച് കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞു. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഡെൻസാണ് അതിന്റെ സ്ട്രക്ചർ. അതിന്റെ പക്ഷേ വെള്ളം കയറാനുള്ള സാധ്യത ഒക്കെ വളരെ കുറവാണ്. സൈസ് ഉണ്ടാവില്ല, സൈസ് കുറയും ചെയ്യും. കാരണം ആയിട്ടുള്ള സ്ട്രക്ചർ ആവുകയും സ്ട്രെങ്ത് വളരെ കൂടുതലുമാണ്. മെറ്റീരിയലിൽ അതിൽ നമ്മൾ അതിൻ്റെ ഒരു ടെക്നിക്കലായിട്ട് പോയി കഴിഞ്ഞാൽ സിമെന്റ് കണ്ടന്റ് ഒക്കെ നമ്മൾ കുറച്ച് കൂടുതലാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ അതിനനുസരിച്ചിട്ട് ഒരുപാട് ഗുണങ്ങൾ അതിനുണ്ട്. നമ്മൾ സിമെന്റ് ഇപ്പോൾ സാധാരണ കോൺക്രീറ്റിൽ നമ്മൾ മിനിമം ഇപ്പോൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട് മിനിമം യൂസ് ചെയ്യേണ്ടത് 320 kg/m3 ആണ്. ഒരു മീറ്റർ ക്യൂബിന് 320 സിമെന്റെങ്കിലും യൂസ് ചെയ്യണം കൺസ്ട്രക്ഷൻ ഗ്രേഡിന്. അറാംകോ സ്റ്റാൻഡേർഡ് അനുസരിച്ച് 370 ആണ്. സാധാരണഗതിയിൽ 400 ഒക്കെ യൂസ് ചെയ്യും. ഇതിൽ നമ്മളൊരു പക്ഷേ 800-900 ആ പോയിന്റിലേക്കൊക്കെ പോകും, നമ്മൾ യൂസ് ചെയ്യും. പക്ഷേ ഞങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ ഡെവലപ്പ് ചെയ്ത കോൺക്രീറ്റിൽ ഈവൻ 380 വരെ കുറഞ്ഞിട്ട് ഞങ്ങൾക്ക് 120ന്റെ മുകളിലൊക്കെ സ്ട്രെങ്ത് കിട്ടിയിട്ടുണ്ട്. അതിൽ ഞങ്ങൾ അതിൻ്റെ പാർട്ടിക്കിൾ പാക്കിംഗ് അങ്ങനത്തെ കുറച്ച് ഇത് വെറും നിങ്ങളുടെ അതായത് റിസർച്ച് ഏരിയയിൽ മാത്രമേ, അതല്ല നിങ്ങൾ ഇത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്? അതാണ്, ഇത് ഇംപ്ലിമെന്റ് ഓൾറെഡി US ഒക്കെ പോലത്തെ രാജ്യങ്ങളിൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞു. ഒരുപാട് ബ്രിഡ്ജസും റിപ്പയറിനൊക്കെ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട് ഓൾറെഡി. അതെ. സൗദിയിൽ പക്ഷേ ഒന്നാമത്തെ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മെറ്റീരിയൽ സ്റ്റാൻഡേർഡൈസ് ആയിട്ടില്ല. പല രാജ്യങ്ങളും അതിൻ്റെ സ്റ്റാൻഡേർഡ് വന്നിട്ടില്ല.
അതായത് ഇപ്പോൾ ഒരു കൺസ്ട്രക്ഷനിൽ ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ ഇപ്പോൾ നമ്മൾ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് സാധാരണ കോൺക്രീറ്റ് സ്ട്രക്ചർ ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ IS 456 ഇന്ത്യൻ സ്റ്റാൻഡേർഡ് 456ൻ്റെ ബേസിസിൽ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റുള്ളൂ. എന്തെങ്കിലും ഒരു ഡിസൈൻ ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ ചെക്ക് ചെയ്യുക ഈ സ്റ്റാൻഡേർഡുമായിട്ടാണ്. 456 ഇത് കൺഫേം ചെയ്യണ്ടോ എന്ന് നോക്കും. ഇതില്ലെങ്കിൽ സ്ട്രക്ചർ എഞ്ചിനീയറിൻ്റെ കാര്യം പോക്കാണ്. അതായത് മിനിമം റീഇൻഫോഴ്സ്മെൻറ്റ് ഇത്ര അപ്ലൈ ചെയ്യണം കാര്യങ്ങളൊക്കെ. അതുപോലെ UHPCക്ക് സ്റ്റാൻഡേർഡ് വന്നിട്ടില്ല. അതുകൊണ്ട് ആൾക്കാർ റിസ്ക് എടുത്തിട്ടാണിത് പലപ്പോഴും കൺസ്ട്രക്ട് ചെയ്യേണ്ടി വരുന്നത്. സ്റ്റാൻഡേർഡൈസ് ആയി കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർക്ക് അത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ന്യൂമിൽ ഞങ്ങൾക്ക് കിട്ടിയ പ്രൊജക്റ്റിൽ അതിൻ്റെ സ്ട്രെങ്ത് മാത്രം അല്ല ഞങ്ങളെ പ്രയോറിറ്റി, അതിൻ്റെ ഡ്യൂറബിലിറ്റി ഒരു പ്രയോറിറ്റിയാണ്. ഇത് 120 years ഇത് സർവൈവ് ചെയ്യുമോ, ഈ പറഞ്ഞ ഹാർഷ് കണ്ടീഷനിൽ സൾഫേറ്റ് അറ്റാക്ക് ഉണ്ടാവും, പല രീതിയിലുള്ള ആസിഡ് അറ്റാക്ക് ഉണ്ടാവും, ഇതൊക്കെ സസ്റ്റെയിൻ ചെയ്യുമോ എന്നുള്ള സ്റ്റഡികളൊക്കെ നടത്തിയതിന് ശേഷം ആ മിക്സ് അപ്രൂവ് ആവുള്ളൂ. അപ്പോൾ ഞങ്ങൾ 6 മിക്സാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 6 കംപ്ലീറ്റ് നടത്തി നടത്തി കഴിഞ്ഞു. ക്ലോറൈഡ് ഇപ്പോൾ സ്റ്റീലിൽ കൊറോഷൻ ഉണ്ടാകാൻ കാരണം ക്ലോറൈഡ് ഇൻഡ്യൂസ്ഡ് കൊറോഷനാണ്. ഉപ്പുവെള്ളത്തിൻ്റെ കടലിനോട് അടുത്തുള്ള സ്ട്രക്ചേഴ്സ് ഒക്കെ വേഗം കൊറോഡായി പോകില്ല. കാരണം വെച്ചാൽ ഈ ക്ലോറൈഡ് അകത്തോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ കൊറോഷൻ ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. ഇതിൽ ക്ലോറൈഡ് അകത്തോട്ട് കയറാൻ തന്നെ പ്രയാസമാണ്, അത്രയ്ക്ക് ഡെൻസാണ് അതിൻ്റെ കയറാനില്ല. പിന്നെ മാത്രമല്ല അതിൻ്റെ അത് കാരണം കൊണ്ട് തന്നെ ഇതും കൂടുതലാണ്. അപ്പോൾ നമ്മളിതിൻ്റെ സർവീസ് ലൈഫ് വേഴ്സസ് കോസ്റ്റും എല്ലാം കൂടെ പരിഗണിച്ച് കഴിഞ്ഞാൽ ലൈഫ് സൈക്കിൾ കോസ്റ്റ് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം ചീപ്പറായിട്ടാണ് വരുന്നത്. അപ്പോൾ ആ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് പക്ഷേ അത് കോമ്പൻസേറ്റ് ആവും ലോങ് ടേം. അതുകൊണ്ടാണ് ഈവൻ ന്യൂമിൽ അത് അവർക്ക് ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂവിൽ അവർ എത്തിയത്. പറഞ്ഞു വരുന്നത് PDF ചെയ്യാൻ KFUPM നല്ല അവസരങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അതിനുവേണ്ടി പരിശ്രമിക്കണം അല്ലേ? നമ്മളെ ഓഡിയൻസ് എല്ലാവരും നന്നായി പരിശ്രമിക്കുക. അത്തരം താല്പര്യമുള്ള ആളുകൾ പ്രത്യേകിച്ച് ഈ വിഷയം ശ്രദ്ധിക്കുക. നിങ്ങളുടെ താല്പര്യമുള്ള ഏരിയ ആണെങ്കിൽ തീർച്ചയായിട്ടും KFUPMൻ്റെ സൈറ്റ് വിസിറ്റ് ചെയ്യുക. അവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നിങ്ങൾ പരിശോധിക്കുക. നല്ലൊരു അവസരമാണെന്നാണ് ഡോക്ടർ ഫാസിൽ നമ്മോട് പങ്കുവെക്കുന്നത്. പോസ്റ്റ് ഡോക്കിൽ എങ്ങനെയായിരിക്കും അതിൻ്റെ സെലക്ഷൻ, ഇൻ്റർവ്യൂ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അതെങ്ങനെയാണെന്നൊന്ന് ലളിതമായിട്ട്? പോസ്റ്റ് ഡോക്ക് ഇന്റർവ്യൂ പ്രോസസ്സ് കൂടെ ഞാൻ കടന്നു പോയതുകൊണ്ട്, ഈ അടുത്ത് കടന്നു പോയതുകൊണ്ട് എനിക്ക് ഫ്രഷ് ആയിട്ട് ഓർമ്മയിലുണ്ട്. അപ്പോൾ പറയാനുള്ളത് തീർച്ചയായിട്ടും അത് എളുപ്പമാവും. ഞാൻ പോസ്റ്റ് ഡോക്ക് എല്ലാവർക്കും ആപ്ലിക്കേഷൻ ഓൺലൈനാണ്. postdoc.kfupm.edu.sa അതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അതിന് പോസ്റ്റ് ഡോക്ക് തന്നെ വേറെ തന്നെ സൈറ്റ് ഉണ്ട്. KFUPM ഡൊമൈൻ തന്നെ postdoc.kfupm അതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അപ്ലൈ ചെയ്യാം. ആപ്ലിക്കേഷൻ പ്രോസസ്സിൽ ബേസിക്കലി നമ്മളെ PhD ഏതിലായിരുന്നു, അതിൻ്റെ സ്കോറ്, പിന്നെ അതുപോലെ പബ്ലിക്കേഷൻസ്, അതുപോലെ മറ്റേ പേറ്റൻസ്, PhDയിലെ റിസർച്ച് എന്തായിരുന്നു, അതിനുശേഷം പിന്നെ വേറെ എവിടെയെങ്കിലും പോസ്റ്റ് ഡോക്ക് ചെയ്തിട്ടുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അതിൽ ബേസിക്കലി ചോദിക്കുന്നത്. അതിനുശേഷം പിന്നെ നമുക്ക് നമ്മളെ പ്രൊഫൈലിൽ ഒരു റിവ്യൂ ചെയ്തതിനു ശേഷം ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്യും. ഇൻ്റർവ്യൂ ഓൺലൈനാണ്. ഇൻ്റർവ്യൂ അത് ഒരു ബോർഡ് ഓഫ് ഒരു പാനൽ ഉണ്ടാവും, അവരുടെ ഫ്രണ്ടിലായിരിക്കും നമ്മൾ ഓൺലൈനായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത്. മിക്കവാറും പ്രസൻറ്റേഷനൊക്കെ ഇൻ്റർവ്യൂ ഒക്കെ 15 മിനിറ്റ് ആയിരിക്കും. 10 മിനിറ്റ് പ്രസൻറ്റേഷനും 5 മിനിറ്റ് ക്വസ്റ്റ്യൻ ആൻസർ സെഷനും ആയിരിക്കും. ആ 10 മിനിറ്റിൽ നമ്മൾ ഇത്രയും കാലം ചെയ്ത റിസർച്ച്, പെർട്ടിക്കുലർലി PhD റിസർച്ച്, PhD എന്തിലായിരുന്നു ചെയ്തതെന്നും, പിന്നെ നമ്മൾ ആ ഏത് സെൻറ്ററിലേക്കാണോ പോസ്റ്റ് ഡോക്കിന് അപ്ലൈ ചെയ്യുന്നത് അവിടെ ഏതൊക്കെ റിസർച്ച് നടക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചൊരു ധാരണ വേണം. കാരണം എന്ന് വെച്ചാൽ അതിലവർ നോക്കുന്ന ഒരു സ്ലൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർ ആം ഐ ഗോയിങ് ടു കോൺട്രിബ്യൂട്ട്, ആ ഒരു സംഭവം കറക്റ്റ്, അത് എവിടെയാണെന്നുള്ളതും കൂടെ നമ്മൾ പറയണം. ഞാൻ ഇന്നെ ചെയ്തിട്ടുണ്ട്, ഞാൻ സെൻറ്ററിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അത് എത്ര സ്കൈ ഹൈ ഡ്രീം ആയാലും കുഴപ്പമില്ല, ആംബിഷ്യസ് ആവണം, അത് നമ്മൾ പറയാം. അപ്പം എന്നോട് എൻ്റെ ഡയറക്ടർ ചോദിച്ച സമയത്ത്, എനിക്ക് പരിചയമുള്ള സാറാണ് എന്നാലും പറഞ്ഞത്, ഞാൻ പറഞ്ഞ കാര്യം ഐ വിൽ ട്രീറ്റ് മൈ പോസ്റ്റ് ഡോക്ക് ആസ് മൈ സെക്കൻഡ് PhD എന്ന് പറഞ്ഞത്. അപ്പോൾ അത് അവർക്ക് സന്തോഷമായി. കാരണം നമ്മൾ ആ ഒരു എനർജി നമുക്ക് അറ്റ്ലീസ്റ്റ് ഉള്ള ആളായിരിക്കണം. പിന്നെ അതിനുശേഷം പിന്നെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു, നമുക്ക് കൺഫർമേഷൻ കിട്ടി, ഓഫർ ലെറ്റർ കിട്ടി, പിന്നെ അതിൻ്റെ പ്രൊസീജിയർ മാത്രം ഫോളോ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇവിടെ പോസ്റ്റ് ഡോക്സിനെ ട്രീറ്റ് ചെയ്യുന്നത് ഫാക്കൽറ്റി ആയിട്ടാണ്. ഫാക്കൽറ്റി നമ്മളെ ID കാർഡിൽ പോലും ഫാക്കൽറ്റി. എൻ്റെതിപ്പോൾ എൻ്റെ വിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉസ്താദ് താലീം അൽ ആലി, പ്രൊഫസർ ഹയർ എഡ്യൂക്കേഷൻ, അതാണ് നമ്മളെ വിസ വരുന്നത്. പിന്നെ ബാക്കിയുള്ള യൂണിവേഴ്സിറ്റി ജോയിൻ ചെയ്യുന്നത് തൊട്ട് നമുക്ക് മറ്റേ യൂണിവേഴ്സിറ്റിയിൽ അലവൻസ് ഉണ്ട്, ഹൗസിങ് അലവൻസ് ഉണ്ട്, ട്രാൻസ്പോർട്ടേഷൻ അലവൻസ് ഉണ്ട്, സാലറി ഉണ്ട്, പിന്നെ ഫെസിലിറ്റി വൈസും ഇൻകം വൈസും ഒക്കെ ഇറ്റ്സ് ഗ്രേറ്റ്. ഓക്കെ. പിന്നെ അതുപോലെ ഇതിനെന്തെങ്കിലും ഉദാഹരണത്തിന് ഇപ്പം PhD കഴിഞ്ഞ ഉടനെ തന്നെ PDF പോസ്റ്റ് ഡോക്കിന് പോകണമെന്നുണ്ടോ, അതല്ല
ഇപ്പോൾ ഒരാൾ ഇവിടെ ജോലി ചെയ്യുകയാണ്, PhD കഴിഞ്ഞ ഒരാളാണ്, അദ്ദേഹത്തിന് പോസ്റ്റ് ഡോക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിനുണ്ടോ? അതുപോലെ ഏജ് ലിമിറ്റ് എന്തെങ്കിലും? പോസ്റ്റ് ഡോക്ക്, അതെ, പോസ്റ്റ് ഡോക്കിന് നമ്മൾ യൂണിവേഴ്സിറ്റി ഇവിടെ KFUPM ലേജ് ലിമിറ്റ് ഉണ്ട്. PhD കഴിഞ്ഞ അത്രയും 3-4 വർഷത്തിന്റെ ഉള്ളിലായിരിക്കണം. ഒരുപാട് വൈകിയ ആൾക്കാരെ അവർ പരിഗണിക്കില്ല. യങ്സ്റ്റേഴ്സിനെയാണ് അവർ ഉദ്ദേശിക്കുന്നത്, ഫ്രഷ് ആയിട്ടുള്ള ആൾക്കാരെയാണ്. പിന്നെ പോസ്റ്റ് ഡോക്കിന്റെ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ വിഷ്യസ് ലൂപ്പിൽ പൊട്ടും. ഒരു പോസ്റ്റ് ഡോക്ക്, പിന്നെ ഒരു പോസ്റ്റ് ഡോക്ക്, പിന്നെ ഒരു പോസ്റ്റ് ഡോക്ക് കഴിഞ്ഞിട്ടും നമ്മൾ എങ്ങനെയെങ്കിലും ഒരു പെർമനന്റ് പൊസിഷനിൽ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമം സ്റ്റാർട്ട് ചെയ്യണം. ആ ഒരു ടൈമും കൂടിയാണ് ശരിക്കും പോസ്റ്റ് ഡോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ ഒരു ബ്രിഡ്ജിങ് ടൈമാണ്. അത്ര നമുക്ക് മറ്റേന്താ വെച്ചാൽ ഒരു ഫാക്കൽറ്റി പൊസിഷൻ കിട്ടുക പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഡിഫിക്കൾട്ട്, അതിന് ടൈം എടുക്കും. മാത്രമല്ല ഈ പറഞ്ഞ പോലെ ഒരുപാട് ആൾക്കാർ ഗ്രാജുവേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്, പക്ഷെ അതിനനുസരിച്ച് പൊസിഷൻസ് ഇല്ലെങ്കിൽ പിന്നെ അത് ബുദ്ധിമുട്ടല്ലേ. ഇപ്പം നാട്ടിലാണെങ്കിൽ പോലും ഒരു ഗവൺമെൻറ്റിൽ നാട്ടിലെ പ്രൊസീജിയർ പറഞ്ഞാൽ ഇറ്റ്സ് ടു ലോങ്, വർഷങ്ങളെടുക്കും നമുക്കൊന്ന് ഒരു പൊസിഷൻ കിട്ടണമെങ്കിൽ. ഇപ്പോൾ PSC ഒക്കെ ത്രൂ ചാനലിൽ പോവുകയാണെങ്കിൽ ടേക്സ് ടൈം. പക്ഷേ ഇവിടെ പോസ്റ്റ് ഡോക്ക് എന്ന് പറഞ്ഞാൽ അതിന് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സാലറിയും കാര്യങ്ങളും ബെനിഫിറ്റ്സ് ഉണ്ടാവും. പിന്നെ ആ ഒരു ടൈമിൽ നമ്മൾ അത്യാവശ്യം നല്ല പെർഫോം ചെയ്യുന്ന ആൾക്ക് അവിടെ തന്നെ ഓപ്പർച്യൂണിറ്റി കിട്ടുകയും ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് വേറെ എവിടെയെങ്കിലും അപ്ലൈ ചെയ്യാന്നുള്ള ഒരു, പിന്നെ വേണമെങ്കിൽ നല്ല റിസർച്ച് ഒക്കെ ആണെങ്കിൽ ആ ഗ്രോത്തും ഉണ്ടാവും. അതെ. നമുക്ക് യൂണിവേഴ്സിറ്റി തന്നെ വർഷത്തിൽ ഒരു പ്രാവശ്യം വേറെ ഏതെങ്കിലും രാജ്യത്ത് പോയിട്ട് കോൺഫറൻസിലൊക്കെ അറ്റൻഡ് ചെയ്യാനും പ്രസന്റ് ചെയ്യാനും അതിന്റെ ഫണ്ടിങ്ങൊക്കെ പ്രൊവൈഡ് ചെയ്യും. പിന്നെ ഇയർലി മറ്റേ വെക്കേഷനും അതിൻ്റെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ അതൊക്കെ ഓഫർ ചെയ്യുന്നുണ്ട്. അതെ. പിന്നെ ഇപ്പോൾ ഒരുപോലെ മെയിൽസിനും ഫീമെയിൽസിനും അപ്ലൈ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് എല്ലാവർക്കും. ഇപ്പോൾ ഞങ്ങളുടെ സെൻറ്ററിൽ ഒരു ലേഡി പോസ്റ്റ് ഡോക്ക് ഉണ്ടല്ലേ? ഉണ്ട്. അവിടെ മലയാളികളായിട്ട് പോസ്റ്റ് ഡോക്ക് എത്ര പേരുണ്ടല്ലേ? ഞങ്ങളുടെ സെൻറ്ററിൽ ഞാൻ മാത്രമേ ഉള്ളൂ. നിങ്ങൾ മാത്രമേ ഉള്ളൂ? ബാക്കി പല സെൻറ്ററുകളിലും മലയാളികൾ ഒരുപാട്. KFUPM-ലുള്ള പല സെൻറ്ററുകൾ, KFUPM വേറെ പല സെൻറ്ററിലും മലയാളികളുണ്ട്. ആക്റ്റീവ് കമ്മ്യൂണിറ്റിയാണ്, നല്ല ആക്റ്റീവ് കമ്മ്യൂണിറ്റി. ഓക്കെ. ഡോക്ടർ ഫാസിൽ, അതുപോലെ തന്നെ നമ്മുടെ ഒരു പക്ഷേ ഇവിടെയൊക്കെ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടാവാം, അവർക്കും പഠിക്കാനൊക്കെ ഇപ്പോഴും താല്പര്യങ്ങളുണ്ടാവാം. അപ്പോൾ അത്തരം ആളുകൾക്ക് അവസരങ്ങൾ നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ ഒരുക്കി കൊടുക്കുന്നുണ്ടോ ജോലി ചെയ്തുകൊണ്ട് പഠിക്കാൻ? അതെ, യൂണിവേഴ്സിറ്റി സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത് ഫുൾ ടൈം സ്റ്റുഡൻസിനാണ്. ഓക്കെ. അതായത് സ്റ്റുഡൻറ്റ് എഡ്യൂക്കേഷൻ അക്കാഡമിക്സിന് മാത്രമായിട്ട് സൗദിക്ക് വരുന്നവർക്കാണ് അവർ വിസ ഓഫർ ചെയ്യുന്നതും സ്കോളർഷിപ്പും കാര്യങ്ങളൊക്കെ. ഇവിടെ ഓൾറെഡി സൗദിയിൽ എംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാർ ഇപ്പോൾ പല കമ്പനികളിലും വർക്ക് ചെയ്യുന്നവർക്ക് ഒരു പക്ഷേ അവർക്ക് ബാച്ചിലേഴ്സ് കഴിഞ്ഞ് മാസ്റ്റേഴ്സ് എടുക്കാൻ അന്ന് ചിലപ്പോൾ പറ്റിയിട്ടുണ്ടാവില്ല. അങ്ങനത്തെ ആൾക്കാർക്ക് യൂണിവേഴ്സിറ്റി ഓപ്പർച്യൂണിറ്റി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് സെൽഫ് സ്പോൺസേർഡ് ആയിട്ട്, അല്ലെങ്കിൽ പാർട്ട് ടൈം സ്റ്റുഡൻ്റ് ആണ്, പക്ഷേ യഥാർത്ഥത്തിൽ അത് സെൽഫ് സ്പോൺസേർഡ് എന്ന നിലക്കാണ് ഇവിടെ പഠിക്കുന്നത്. ഫുൾ ടൈം സ്റ്റുഡൻസിൻ്റെ അതേ പ്രോഗ്രാം തന്നെയാണ്, പക്ഷേ ഇത് സെൽഫ് സ്പോൺസേർഡ് ആണെന്നുള്ളൂ, ഫീ കൊടുത്ത് പഠിക്കണം എന്നുള്ളൂ. വാല്യൂയും സെയിം ആണ്. അതും അപ്രോക്സിമേറ്റ്ലി അറൗണ്ട് 20,000 a year അതിന് വരും. അപ്രോക്സിമേറ്റ്ലി 20,000 to 22,000 പെർ ഇയർ വരും മാസ്റ്റർ ഡിഗ്രിക്ക്. 4 സെമിസ്റ്ററാണ്, അതായത് 2 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാം. 6 months പരമാവധി നമുക്ക് വേണമെങ്കിൽ 5th 6th സെമിസ്റ്ററിലേക്ക് പോകാം. തീസിസൊക്കെ എക്സ്റ്റെൻഡ് ആയി പോവുകയാണെങ്കിൽ. അപ്പോൾ രജിസ്ട്രേഷൻ്റെ ഫീ കൊടുക്കേണ്ടിയിരുന്നു മാത്രം, പക്ഷേ ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരുപാട് സ്റ്റുഡൻസ്, ഞാനൊക്കെ ഗ്രാജുവേറ്റ് സ്റ്റഡീസിൽ എൻ്റെ കോഴ്സസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ക്ലാസ്സിൽ അറ്റ്ലീസ്റ്റ് 20-30% സ്റ്റുഡൻസ് പാർട്ട് ടൈം ഗ്രാജുവേറ്റ്, എല്ലാ ഗ്രാജുവേറ്റ് ക്ലാസ്സസും വൈകിട്ടാണ്. അണ്ടർ ഗ്രാജുവേറ്റ് ക്ലാസ്സസ് എല്ലാം പകലാണ്. രാവിലെ 8 മണി 7 മണി തൊട്ട് 3 മണി 4 മണി വരെയൊക്കെയാണ് ക്ലാസ് എങ്കിൽ, ഗ്രാജുവേറ്റ് സ്റ്റഡീസ് അവിടെ ഫുൾ ടൈം സ്റ്റുഡൻസ് ആണെങ്കിലും പാർട്ട് ടൈം സ്റ്റുഡൻസ് ആണെങ്കിലും പുറത്ത് വരുന്നവരാണെങ്കിലും ഒരേ ക്ലാസ്സൊക്കെ ഒരുമിച്ചാണ്. അത് 5 to 8 ഒക്കെ ആയിരിക്കും. അപ്പോൾ അത് ഡേയ്സ് മറ്റേ വർക്ക് കഴിഞ്ഞ് 4 മണി വരെയുള്ള ടിപ്പിക്കലി വർക്ക് ഉണ്ടാവുക. വർക്ക് കഴിഞ്ഞ് യൂണിവേഴ്സിറ്റിയിൽ വരിക, ക്ലാസ് അറ്റൻഡ് ചെയ്യുക. പിന്നെ അവർക്ക് മിനിമം ഒരു സെമിസ്റ്ററിൽ ഇത്ര കോഴ്സ് രജിസ്റ്റർ ചെയ്യണമെന്ന് അവർക്ക് റിക്വയർമെൻ്റ് ഇല്ല. കാരണം എന്താ വെച്ചാൽ അവർ ഓൾറെഡി പകൽ വർക്ക് ചെയ്തിട്ടാണല്ലോ വരുന്നത്. സ്റ്റുഡൻസ് ആകുമ്പോൾ യൂണിവേഴ്സിറ്റിയിലെ ഫുൾ ടൈം സ്റ്റുഡൻസ് ആണെങ്കിൽ അവർ മിനിമം 3 കോഴ്സ് രജിസ്റ്റർ ചെയ്യണം. അതായത് 9 ക്രെഡിറ്റ് അവേഴ്സ് ഒരു സെമിസ്റ്റർ രജിസ്റ്റർ ചെയ്യണം എന്നൊക്കെയാണ് റിക്വയർമെൻ്റ്. എങ്കിലും ഇങ്ങനെ വരുന്നവർക്ക്, അതായത് അവർ 2.5 വർഷത്തിൽ കംപ്ലീറ്റ് ചെയ്യണമെന്ന് അവർക്ക് റിക്വയർമെൻ്റ് ഇല്ല. അവർക്ക് കുറച്ച് അങ്ങോട്ട് കൊണ്ട് നീണ്ടുപോലും യൂണിവേഴ്സിറ്റി അത് ചെയ്തു കൊടുക്കും. അപ്പോൾ അത് അപ്ലൈ ചെയ്യാൻ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. എന്ന് വെച്ചാൽ ഒരുപാട്
അക്കാഡമിക്കലി ബ്രൈറ്റ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർക്ക് ചിലപ്പോൾ പല സിറ്റുവേഷൻസ് കാരണം ഡ്രോപ്പ് ചെയ്യേണ്ടി എംടെക്കോ അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് എടുക്കാൻ താല്പര്യം ഉണ്ടായിട്ടും പറ്റാതെ വന്നിട്ടുണ്ടാവും. പക്ഷെ ഇവിടെ വന്നു ശരിക്കും അവർക്ക് രണ്ടാമതൊരു ഒരു അവസരം കിട്ടും, ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണ്. അവർക്ക് പബ്ലിഷ് ചെയ്യാം, അവർക്ക് അതല്ല ആ ഡിഗ്രി അക്കാഡമിക് ഡിഗ്രിയാണ്. 2 ഓപ്ഷൻ ഉണ്ട്, എഞ്ചിനീയറിംഗ് ഉണ്ട്, MS ബൈ റിസർച്ചും ഉണ്ട്. എഞ്ചിനീയറിംഗ് ആണെങ്കിൽ അതിൽ അക്കാഡമിക് അല്ലാതെ പ്രൊഫഷണൽ മാത്രമാണ്. കോഴ്സ് വർക്ക് കഴിഞ്ഞതിന് ശേഷം ഒരു ചെറിയ പ്രൊജക്റ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, റിസർച്ചോ തീസിസോ ചെയ്യേണ്ട ആവശ്യമില്ല. അത് എഞ്ചിനീയറിംഗ്. MS എന്ന് പറഞ്ഞ പ്രോഗ്രാം ഉണ്ട്. MS പറഞ്ഞു കഴിഞ്ഞാൽ ബൈ റിസർച്ചാണ്. അപ്പോൾ തീസിസ് ഉണ്ട്, സബ്മിറ്റ് ചെയ്യണം, പേപ്പറൊക്കെ റിക്വയർമെൻ്റ് ഒക്കെ എല്ലാ സ്റ്റുഡൻസിൻ്റെയും പോലെ തന്നെ ആ സർട്ടിഫിക്കറ്റിൻ്റെ വാല്യൂം അതുപോലെ തന്നെ. അത് വെച്ചിട്ട് ഇനി അവർക്ക് ഫ്യൂച്ചറിൽ അക്കാഡമിക്സിന് പോകണമെങ്കിൽ ഹയർ ഇപ്പോൾ എഞ്ചിനീയറിംഗ് വെച്ച് PhDക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, പക്ഷേ MS വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്ക് പരിചയമുള്ള ഒരു ആളുണ്ടായിരുന്നു, അവന് പാർട്ട് ടൈം ആയിരുന്നു MSc ചെയ്തത്. ഇപ്പോൾ ആൾ ഖത്തർ യൂണിവേഴ്സിറ്റിയിൽ PhD കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ അത് പോസിബിളാണ്, ഇപ്പോൾ അക്കാഡമിക് വാല്യൂ ഉള്ളതാണ്. ഇത്തരം കോഴ്സുകൾക്ക് വരുന്നവർക്കുള്ള എന്തെങ്കിലും എലിജിബിലിറ്റി സ്പെസിഫൈ ചെയ്തിട്ട് ഇല്ല, ഏജ് അല്ലെങ്കിൽ ഏജ് ലിമിറ്റ് ഇല്ല. പാർട്ട് ടൈമേഴ്സിന് ഏജ് ലിമിറ്റ് ഇല്ല, കാരണം സെൽഫ് സ്പോൺസേർഡ് അല്ലേ. അതുപോലെ മാർക്സ് കുറച്ചും കൂടി ഈസ്ഡ് ആണ്. റിക്വയർമെന്റ് സ്കോളർഷിപ്പിന്റെ സിറ്റുവേഷൻ വരുമ്പോഴാണ് ഇത്തരം ക്രൈറ്റീരിയ ഒക്കെ. അല്ലാത്തവർക്ക് ഇപ്പോൾ ഡിഗ്രി എടുക്കണം താല്പര്യം ഉണ്ടെങ്കിൽ സെൽഫ് ഫൈനാൻസ് ചെയ്തിട്ട് പഠിക്കാവുന്നതാണ്. നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്, അത് എല്ലാവരും അത് എടുക്കണം. അവസരങ്ങളുണ്ട്. പ്രത്യേകിച്ച് ധാരാളം ഈസ്റ്റേൺ പ്രൊവിൻസിലൊക്കെ ഉള്ള ആൾക്കാർക്ക്, എനിക്ക് പരിചയമുള്ള ആൾക്കാർ പലരും റിയാദിന്ന് വരുന്നുണ്ട് ഇത് ചെയ്യാൻ വേണ്ടി, കോഴ്സ് ചെയ്യാനായിട്ട്. അവരെ കോഴ്സ് അങ്ങനെ ഒരു സ്ട്രക്ചർ ആഴ്ചയിൽ 2 ദിവസം വരാൻ പറ്റുന്ന രീതിയിലൊക്കെ അവർ സബ്ജക്ട് ചൂസ് ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് അവർ 2 ദിവസം എല്ലാ ഓപ്ഷൻസും ഉണ്ട്. അവിടെ ഓപ്ഷൻസും ഉണ്ട്. ബഹ്റൈനിൽ മാസ്റ്റേഴ്സ് ചെയ്യാൻ വന്നവരെ എനിക്കറിയാം. 2 ട്വിൻസ് ഉണ്ടായിരുന്നു ഞങ്ങളെ. മലയാളികളുണ്ട് അല്ല, അവര് ബഹ്റൈനികളായിരുന്നു. മലയാളികളൊക്കെ ഉണ്ടോ? മലയാളികളുണ്ട് ഇപ്പോൾ. ഉണ്ട്. ശരിക്കും മലയാളികൾ വൈകി, എന്താ എനിക്കറിയില്ല, മലയാളികൾ KFPMക്ക് വൈകിയാണ് എത്തിയത് സ്റ്റുഡൻസ്. ഇവിടെ ഓൾറെഡി ഹൈദരാബാദികൾ ഒരുപാടുണ്ട്, പിന്നെ കശ്മീർ ആ സൈഡിൽ നിന്നൊക്കെ ആൾക്കാരുണ്ട്. പിന്നെ ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് ഇപ്പോൾ പോസ്റ്റ് ഡോക്സ് ഒക്കെ എൻ്റെ സെൻറ്ററിൽ തമിഴ്നാട്ടിൽ നിന്ന് ഒരാളുണ്ട് പോസ്റ്റ് ഡോക്കിൽ. പിന്നെ നൈജീരിയ, ശ്രീലങ്ക, ഇന്തോനേഷ്യ, മലേഷ്യ, പിന്നെ ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന്, ഈവൻ ആഫ്രിക്കൻ പല രാജ്യങ്ങളിൽ നിന്നും, ഇപ്പോൾ ഈവൻ മെക്സിക്കോ ആ സൈഡിൽ നിന്നൊക്കെ ആൾക്കാർ ഇപ്പോൾ ജോയിൻ ചെയ്യുന്നുണ്ട്. ശരിക്കും ഒരു ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിനെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മളിപ്പോൾ സംസാരിച്ചു. ഏതായാലും എല്ലാവർക്കും ഇത് ഗുണം ചെയ്യുമെന്ന് വിചാരിക്കാം. ഒരുപാട് ആളുകളുണ്ടാവും ഇത്തരം കാര്യങ്ങളൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്ന, അവരൊക്കെ ഈ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തട്ടെ. അവസാനമായി ഇത് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പേ നമ്മുടെ പീസ് റേഡിയോ പ്രേക്ഷകരോട് എന്തെങ്കിലും 2 വാക്ക് ഫാസിൽ എന്താണ് പറയാനുള്ളത്? അതെ, ഖുർആനിൽ ആദ്യം ഇറങ്ങിയ വാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഖ്റ എന്നാണ്. ഇഖ്റ, നമ്മൾ പഠിക്കണം, വായിക്കണം. നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി അതിന് നമ്മൾ യൂസ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, റബ്ബി സിദ്നി ഇൽമ. നമുക്ക് അതിനുള്ളൊരു അവസരം നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും സെൽഫ് ഇൻവെസ്റ്റ് ചെയ്യണം. സെൽഫ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് പഠിക്കുക എന്നുള്ളത്. നമുക്ക് അക്കാഡമിക്സിന് താല്പര്യം, എനിക്ക് പരിചയമുള്ള പല ആൾക്കാരുണ്ട്, അവർക്ക് അക്കാഡമിയോട് താല്പര്യമുണ്ട്, പക്ഷേ അവർ പിന്നീട് ചെയ്യാന്നുള്ള നിലക്കത് മാറ്റി വെക്കാറുണ്ട്. അത് ചെയ്യരുത്. അക്കാഡമിക്സിനോട് മനസ്സിലൊരു ഫയർ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഒരുപാട് കമ്മിറ്റ്മെൻറ്റിൽ പെട്ടു, നമുക്കത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അക്കാഡമിക്സ് എങ്ങനെയെങ്കിലും, അതായത് ഒരു PhD റിസർച്ച് ടീച്ചിങ്ങിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അത് ഏർലി ഓൺ തന്നെ ആ സമയത്ത് തന്നെ അത് കംപ്ലീറ്റ് ചെയ്ത് ആ ഒരു സ്ട്രഗിൾസൊക്കെ ഉണ്ടാവും. കാരണം വെച്ചാൽ നമ്മൾ ചിലപ്പോൾ ഫാമിലിയായിട്ട് മാറി നിൽക്കേണ്ടി വരും, ഫൈനാൻഷ്യലി നമ്മൾ നല്ലൊരു ബുദ്ധിമുട്ടിലൊക്കെ പോകും. കാരണം എന്ന് വെച്ചാൽ 5-6 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതല്ല. പ്രത്യേകിച്ച് ഗ്രാജുവേഷൻ കഴിഞ്ഞ ഒരാൾക്ക്, ഇപ്പം എൻ്റെ കേസിലാണെങ്കിൽ ഗ്രാജുവേഷൻ കഴിഞ്ഞു, സ്കോളർഷിപ്പ് അൽഹംദുലില്ലാ അന്ന് എംടെക്കിന് ഗേറ്റ് സ്കോളർഷിപ്പ് ഉള്ളതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല, വീട്ടിലും പ്രശ്നമില്ല. അതുകൊണ്ടാണ് കാര്യമായിട്ട്. അതായത് പിന്നെ അതിന് ശേഷം 2 വർഷം പിന്നെ PhDൻ്റെ സമയത്തും സാലറി ഉണ്ടായിരുന്നു. അതുകൊണ്ട് അൽഹംദുലില്ലാ അത് കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി, അത് ഒരു ഡിഫിക്കൽട്ടായിട്ടൊരു സിറ്റുവേഷൻ ആയിരിക്കും, പ്രത്യേകിച്ച് ഫൈനാൻഷ്യലി ചിലർക്കായിരിക്കും. അങ്ങനെയാണെങ്കിൽ പോലും ആ ഒരു അക്കാഡമിക് ഫയർ ഉണ്ടെങ്കിൽ അത് കത്തിക്കണം. അത് നമ്മൾ കീപ്പ് ചെയ്യണം. പിന്നീട് നമുക്ക് റിഗ്രറ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരും. നമ്മളിപ്പോൾ ഫാമിലിയായി കമ്മിറ്റ്മെന്റ് ആയി പിന്നെ നമുക്ക് തിരിഞ്ഞ് പിന്നീട് അത് സാധിച്ചെന്ന് പിന്നെ പഠിച്ചോ അങ്ങനെയാണ് നമുക്ക് വഴി തന്നതെങ്കിൽ പിന്നെ നമ്മൾ ആ ഏരിയയിൽ നമ്മൾ പെർഫോം ചെയ്യാത്തുള്ളൂ. പിന്നെ നമുക്ക് റിഗ്രറ്റ്സ് വരരുത്. കാരണം പഠിച്ചോന്ന് ഓൾറെഡി നമ്മളെ ലൈഫ് തീരുമാനിച്ചു വെച്ചാണ്. പിന്നെ നമ്മൾ ഒരു പോയിന്റ് എത്തിയിട്ട് പിന്നെ നമുക്ക് നിരാശപ്പെടുന്ന സിറ്റുവേഷൻ നമ്മൾ ഒരിക്കലും ഉണ്ടാക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് ഫാസിൽ വളരെ വിലപ്പെട്ട ഉപദേശമാണ് നമ്മുടെ പീസ് റേഡിയോയുടെ പ്രേക്ഷകർക്കായി നൽകിയിരിക്കുന്നത്. അദ്ദേഹമായി ഒരുപാട് നേരം സംസാരിച്ചു. കുറേ വിഷയങ്ങൾ ഒരുപക്ഷെ കുറേ ആളുകൾക്ക് ഉപകാരപ്പെടുന്നതാവാം.
എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഞങ്ങൾ ഈ പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ വേദിയും ഈ നല്ലൊരു അവസരവും ഒരുക്കി തന്ന പീസ് റേഡിയോക്ക് എൻ്റെ നന്ദി ഞാൻ അറിയിക്കുന്നു. ശുക്രൻ ജസീലൻ.